മതി മതി കൈ കരയൂ 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 യൂട്യൂബിൽ വരും. അതുകൊണ്ട് ദിവിൻ അവസാനമായിട്ട് എന്ത് പറയണം? ഗുഡ് ബൈ. ദീപിനെ പറ്റി രണ്ടു പറഞ്ഞ നമ്മള് പരിപാടി തുടങ്ങുവാണ് അല്ലേ? തുടങ്ങണ്ടേ? ശരി, ഓക്കെ. അപ്പൊ നമ്മള് ദീപിനെ പറ്റി ആദ്യം നമ്മുടെ HR തന്നെ സംസാരിക്കുന്നതായിരിക്കും. HR തന്നെ സംസാരിക്കും. ഞാൻ വന്നതിന് ശേഷം ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് കോഴിക്കോടായിരുന്നു. അതിനുശേഷം കുറച്ച് ലീവായിരുന്നു. പിന്നെ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ മാസം വന്നത് ചുരുക്കം കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ്. മനസ്സുള്ള വീഡിയോ. അടുത്ത രണ്ട് വാക്ക് സംസാരിക്കുന്നതിലേക്കായി ഈ ലേണിന്റെ മാനേജർ ജിസിൻ സാറിനെ ക്ഷണിച്ചു. നീ അവസാനം പറയൂ. എന്നാൽ ദൈവന്റെ ചങ്ക്, ദൈവന്റെ മുത്ത് അജീഷിനെ ക്ഷണിക്കുകയാണ്. ആക്ച്വലി ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോഴാണ് ചേട്ടനായിട്ട് പരിചയപ്പെട്ടു. പിന്നീട് ഫസ്റ്റ് വന്ന് രണ്ടാമത് ചേട്ടനായിട്ട് തന്നെയാണ്. ചേട്ടനാണ് ഫുള്ള് എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഫുള്ള് നമ്മൾ എപ്പോഴും ഒരുമിച്ചുള്ളപ്പോഴാണ് ഫുള്ള് വർക്കെല്ലാം കൂടെ ഷെയർ ചെയ്താൽ ചെയ്യാറ്. ചേട്ടന് വലിയ സപ്പോർട്ട്, ചേട്ടനൊക്കെ എനിക്ക് തന്നെ വലിയ സപ്പോർട്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പോകുമ്പോ ഭയങ്കര പാടാണ്. ചേട്ടൻ പോണതൊക്കെ പെട്ടെന്നാണ് സത്യം പറയാൻ. അടുത്തത് ദീപിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് അക്കൗണ്ട്സിൽ നിന്ന് മെല്ലിനെ ക്ഷണിച്ചു. നമ്മുടെ ചെറുക്കൻ ദീപിൻ, നമ്മുടെ ചെറുക്കൻ. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് അവൻ പോണേല്. വേറൊന്നും കൊണ്ടല്ല, ഇനി ദീപിൻ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ അറിയാം, നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അത് അറിയായിരിക്കും. പുറത്തോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോഴത്തേക്കും മിക്കവർക്കും മടിയാണ് പോകാനായിട്ട്. അത് എല്ലാവരും നിർത്തിയിട്ട് തന്നെ പറയാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മിക്കപ്പോഴും എനിക്കാണ് നടക്ക് വീടാണ്. അപ്പൊ അവ ഉള്ള സമയത്ത് സത്യം പറഞ്ഞാൽ എന്റെ വർക്ക് നന്നായിട്ട് നടക്കും. എനിക്ക് വൈകിട്ട് കറക്റ്റ് സമയത്ത് ഇറങ്ങാം. ഞാൻ എന്നൊക്കെ ലീവ് എടുക്കോ അന്നൊക്കെ എനിക്ക് പുറത്തു വേണ്ടി വരും. വർക്കിനെ അതിന് ശേഷം ഒന്ന് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോ ഒരുപാട് കാര്യങ്ങളില് ഞങ്ങൾക്ക് അതായത് നമ്മുടെ അക്കൗണ്ട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ അക്കൗണ്ട്സ് പരമായിട്ട് നമുക്ക് ഇപ്പം ഇയർലി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പെൻസിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് ഒരു ഹെൽപ്പ് വേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള വർക്ക് ഉള്ളത് കൊണ്ട് അത് ചെയ്യാൻ എക്സ്ട്രാ ടൈം കണ്ടെത്തിയിട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡീപിനാണ്. അതിപ്പോ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ട് ചേച്ചി അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞേനെ. കാരണം ആ സമയത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡീപിൻ. അപ്പൊ അതില് ഭയങ്കരമായിട്ടുള്ളൊരു നന്ദി പറയാണ്. കാരണം ആ ഒരു ഹെൽപ്പ് ഇപ്പോഴും ദീപിൻ ബാക്കി ഉള്ളവർക്ക് പറഞ്ഞുകൊടുത്തിട്ടൊക്കെ പോകുന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല, പറഞ്ഞുകൊടുത്തിട്ട് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും പാടുപെടും വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിന്റെ ഉള്ള സമയത്ത് നമ്മുടെ ഓഫീസിന് ഔട്ടർ വർക്കുകൾ വരുന്നത് ഒട്ടുമിക്ക എല്ലാം ദീപിൻ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതില് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ പലരുടെയും ജോലി അവര് അവരുടേതായിട്ടുള്ള സമയത്ത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അത് ഒരു ദിവസം ലീവ് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അറിയാനും പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദീപിൻ പോകുന്നത് വളരെയധികം സങ്കടമുള്ള കാര്യം തന്നെയാണ്. പിന്നെ പോകുന്നത് എന്തായിരുന്നാലും അവന്റെ ഫ്യൂച്ചർ തന്നെയാണ്. ആ ഒരു കാര്യം ആയതുകൊണ്ട് മാത്രം വേറെ വലിയതായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും
നമുക്ക് സങ്കടമുണ്ട് നമ്മുടെ കൂടെ നിന്ന് ഒരാൾ ഇങ്ങനെ പോകുന്നതിൽ. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരാൾ കൂടെ പോവാണ് എന്നുള്ളത് മാത്രമാണ്. എന്നിരുന്നാലും സപ്പോർട്ട് എന്നോ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു, അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ ഇനി എവിടെയാണോ പോകുന്നത് അവിടെ ഇതുപോലെ മാക്സിമം അവന്റെ എഫേർട്ട് നന്നായിട്ട് യൂസ് ചെയ്ത് അവന് വർക്ക് ചെയ്യാനായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കട്ടെ. അവൻ ഇനി എങ്ങോട്ടാണോ പോകുന്നത് അവിടെ പൂർണ്ണമായിട്ട് അവർ നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫ്യൂച്ചർ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അക്കൗണ്ട്സിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞപ്പം സിവിൽ നമ്മുടെ ഈലന്റെ ഭാഗത്ത് നിന്ന് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ ഹെൽപ്പ് എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ പറയാം. അല്ലെങ്കിൽ യമുനയോ അഞ്ചുവോ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്നോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ആരെങ്കിലും ഒരാൾ ദീപിൻ ചേട്ടൻ എനിക്ക് എന്റെ സ്വന്തം ചേട്ടൻ ഞാൻ ജോയിൻ ചെയ്തത് ഞാനും ദീപിൻ ചേട്ടനൊക്കെ ഏകദേശം ഒരേ സമയത്താണ് ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അടുത്തത് പറയാനായിട്ട് യമുനയ്ക്ക് സമയം തരും. അടുത്തത് പറയാൻ ഇനി അജീഷ് പറഞ്ഞു ഷോപ്സ് നമ്മുടെ എല്ലാവരുടെയും ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളൊരു പേപ്പർ ബന്ധമാണ്. അപ്പൊ ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് ടീമിൽ നിന്ന് ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ ഇല്ല, അതുകൊണ്ട് മാർക്കറ്റിംഗിന്റെ ലീഡേഴ്സിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമിലുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്താന്ന് വെച്ചാൽ പറയാം. കാരണം നമ്മുടെ ടീമിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ശാലിനി എന്തെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? ചേട്ടൻ എന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ സ്വന്തം ചേട്ടനെ പോലെയാണ് എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളടത്ത് നിൽക്കുന്നതിനേക്കാളും ഒരു അടുപ്പം കൂടുതലാണ് ചേട്ടൻ്റെ അടുത്ത്. നമ്മളെ എവിടെയെങ്കിലും കോളേജ് സെക്ഷനിൽ പോയാലും ഒരു കംഫർട്ട് ആ ഒരു ഇതിലായിരിക്കും കൊണ്ടുപോകണം. നമ്മൾ സേഫ് ആണോ, നമ്മൾ കംഫർട്ട് ആണോ എന്നുള്ളതായിരിക്കും ചേട്ടനെ പറ്റി ചേട്ടൻ ചിന്തിക്കത്തേ ഇല്ല. ഓടി നടക്കും, 1 മണിക്കൂർ പോലും ഓഫീസിൽ നിന്ന് കണ്ടിട്ടില്ല, എപ്പോഴും ഓടി നടക്കും. എന്താവശ്യത്തിനും ഒരു വെളിപ്പുറത്ത് ദീപൻ ചേട്ടനുണ്ട്. ദീപൻ ചേട്ടൻ പറയുന്ന കാര്യം അപ്പൊ തന്നെ പക്ക ക്ലിയർ ആയിട്ട് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോ ചേട്ടൻ പോകുമ്പോ നല്ല വിഷമമുണ്ട്, ഇനി കാണാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നല്ല വിഷമമുണ്ട് ചേട്ടൻ പോകുന്നതിന്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ലീഡർ സ്കിൽസ് ഹരിശങ്കർ നമ്മുടെ ദീപമായിട്ട് എന്തെങ്കിലും കുറ്റം പറയരുത്, നല്ല ഇവിടെ വന്നപ്പോ എല്ലാവരും ചേട്ടൻ വിളിച്ചിട്ട് ഞാനും ചേട്ടൻ തന്നെ വിളിച്ചു. പിന്നെ മനസ്സിലായി ചേട്ടൻ നമ്മളിക്കേണ്ട കാര്യമില്ല, അഭിപ്രായമാണ് ഉള്ളത്. വൈബ് സെറ്റായിരുന്നു ഞങ്ങൾ തമ്മില്. വലിയ പ്രായമായത് കൊണ്ടാണോ ഒരേപോലെ മനസ്സായത് കൊണ്ടാണോ, പിന്നെ അവിടെ എന്തൊരു കാര്യത്തിന് വിളിച്ചാലും ഫോൺ എടുക്കും. കുറച്ച് ഫോൺ ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഫോൺ എടുക്കാറുണ്ട്. പിന്നെന്താ നല്ല നല്ല സംസാരിക്കുന്നതും. പിന്നെ ഞങ്ങൾ തമ്മിൽ കുറച്ചൊരു ബന്ധമുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും വിജയക്കാരസാണ്. ഞങ്ങൾ നോർമലി വിളിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കണതൊക്കെ തമിഴിലായിരിക്കും. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ദീപിൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ്. അത് വേറെ ഒന്നല്ല, കാര്യങ്ങളൊക്കെ പറയാറ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഓൾ ദ ബെസ്റ്റ്. പോകുന്നതിൽ വളരെ കാണാം. ആദ്യം കാണുന്നത് സിവിലിൻസ് വെച്ചല്ല, എൻ്റെ കോളേജിൽ വെച്ചിട്ടായിരുന്നു. എനിക്കൊരു ദീപിച്ചേട്ടൻ ജോയിൻ ചെയ്തൊരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് CET-യിൽ വന്നത്. എനിക്ക് തോന്നുന്നു ചേട്ടൻ അന്നാണ് ഞാൻ എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇൻസേർട്ടൊക്കെ ചെയ്ത് ഫുൾ എക്സിക്യൂട്ടീവ് ലുക്കിൽ അന്നാണ് കണ്ടത് അല്ലേ. ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അന്ന് അവിടെ ജിസിനുണ്ടായിരുന്നു,
ദീപാനസ് ദീപിച്ചേട്ടൻ അന്നാണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ എല്ലാവരും ദീപിച്ചേട്ടൻ എന്ന് പറഞ്ഞ് വിളിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ദീപിച്ചേട്ടൻ. അതായത് ആറ്റുകാലും പോകണം ദീപിച്ചേട്ടനെ വിളിക്കുക, എന്തെങ്കിലും ഒരു സംഭവം ക്വസ്റ്റ്യൻ പേപ്പറോട് കൊടുക്കണോ ദീപിച്ചേട്ടനെ വിളിക്കുക, മൈക്ക് കേടായോ ദീപിച്ചേട്ടൻ. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും രാവിലെ ഫാക്കൽറ്റീസ് ഇങ്ങനെ മൈക്ക് ഇഷ്യൂ ആണ് അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ഉടനെ രക്ഷകനെ വിളിക്കുന്നതല്ലേ ദീപിച്ചേട്ടാ എന്തെങ്കിലും ചെയ്യുമോ. ഞാനാണെങ്കിൽ കുറേ തവണ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ദീപിച്ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ എന്നെ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ അതുകൊണ്ടാണല്ലോ പ്രശ്നം വന്നതെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എന്നിട്ട് കൂടി ചേട്ടനാണെങ്കിൽ ഒരു തവണ പോലും തിരിച്ച് ദേഷ്യപ്പെട്ടിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ചേട്ടനാണെങ്കിൽ ക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ആണ്. ആരടുത്തും അങ്ങനെ ദേഷിച്ചൊന്നും പറയുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ അല്ല എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ എത്ര ഹൈപ്പറായിട്ട് നിന്നാലും ചേട്ടൻ ഇങ്ങനെ നമ്മൾ കാമാക്കും, കുഴപ്പമില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ മെയ്സിന് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ചേട്ടനാണെങ്കിൽ എന്താ പറയുക ഫുൾ ഓൺ ഡ്യൂട്ടി. എപ്പോഴും മെയ്സിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ദീപിചേട്ടനുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഇത്തവണത്തെ മെയ്സിൽ അതിങ്ങനെ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റിന് കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് ഇല്ലായിരുന്നു. ദീപിചേട്ടനും ഗോകുലും കൂടെ പോയാണ് ആ ലാസ്റ്റ് നിമിഷം അത് ഓടിപ്പോയി എടുത്തത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ പലരിടത്തും അങ്ങനെ ഉണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം പോയി പറയുമ്പോൾ അങ്ങനെ ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചോദിക്കുന്നവരാണ് കൂടുതൽ. ആ ഒരു രീതിയിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ചേട്ടന് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, അതെല്ലാം സത്യമാവട്ടെ. ഞാൻ മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കുകയാണ് ചേട്ടൻ ആഗ്രഹം അനുസരിച്ചുള്ള രീതിയിൽ എത്തിച്ചേരട്ടെ. എനിക്ക് പറയാനുള്ള സജഷൻ യൂട്യൂബിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആവുക, നല്ല രീതിയിലുള്ള വീഡിയോസ് ഞങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ യുഎസ് ദീപിനെ. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു യൂട്യൂബറായിട്ട് വരിക. അഞ്ചു പറഞ്ഞ പോലെ തന്നെ എന്നും രാവിലെ നമ്മൾ മൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ഓർക്കുന്ന ദീപിനായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ദീപിന് ഒരുപാട് ഓടിയിട്ടുണ്ട്, നമ്മളെപ്പോൾ വിളിച്ചാലും വന്നിട്ടുണ്ട്. അത് മറക്കത്തില്ല ദീപിനെ. അത് കോഴിക്കോടാണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ദീപിൻ തന്നെയാണ് എല്ലാ കാര്യത്തിലും കൂടി വരുന്നത്. ഓൾമോസ്റ്റ് ദീപിന് വന്ന ഒരു കാര്യമുണ്ട്, എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അപ്പം തന്നെ മൈക്ക് ശരിയാവും. ഏത് ക്ലാസ് ആണെങ്കിലും ദീപിൻ വന്ന് തൊട്ടപ്പം മൈക്ക് ശരിയാവും, പ്രൊജക്ടർ ആണെങ്കിലും എല്ലാം ശരിയാവും. അപ്പോൾ ദീപിൻ്റെ ഡ്രീംസ് എല്ലാം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി സുജി സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ആനന്ദ് സാർ പിന്നെ ജിസിൻ സാറിനെ ക്ഷണിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് പറയാം എന്നെ റാറ്റിങ്ങിലല്ലേ ദീപനെ പറ്റി ഇവിടെ എന്നോട് ആനന്ദ് സാറ് പറയാറ്. കുറെ ഓർമ്മകളുള്ള കുറച്ച് പേരിൽ ഒരാൾ ഞാൻ ആനന്ദ് സാറും ഈ ഗോകുൽ സാറായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ കാണുന്ന ഈ വർക്ക് എൻവയോൺമെന്റിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കോളേജ് സെഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് പോകും. അപ്പൊ ഈ കോളേജ് സെഷൻ എന്ന് പറഞ്ഞ പരിപാടിക്ക് പോകുമ്പോൾ ത്രൂ ഔട്ട് 2-3 ദിവസമായിരിക്കും യാത്ര ഉണ്ടാവുക. ഈ യാത്രയിടയ്ക്ക് പല കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ളത് ദീപിനെ പറ്റിയിട്ടാണ്. പല ഓർമ്മകളുണ്ട്, അതൊന്നും കുറച്ച് പറയാൻ പറ്റത്തില്ല. ഒരുപാട് നല്ല ഓർമ്മകളുണ്ടായിരുന്നു. ദീപിന് ഇവിടെ വന്ന ദിവസം തൊട്ട് ദീപിന് ഇന്റർവ്യൂ ചെയ്തതിനകത്ത് ഒരാൾ ഞാനായിരുന്നു. ദീപിൻ എന്തിനും റെഡിയാണ്, എന്ത് കാര്യത്തിനും റെഡി ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ദീപിന് ഇവിടുന്ന് എന്താ പറയുക കുറച്ചും കൂടെ ഹയർ ലെവലിലേക്കുള്ള ഒരു സംഭവത്തിലേക്ക് പോകണം, നല്ല കഴിവുള്ള ഒരാളാണ്, വീഡിയോ എടുക്കുന്നതിലാണെന്നുണ്ടെങ്കിൽ. ദീപിന് ഒരു പോയിന്റിൽ ഞെട്ടിച്ച ഒരു വീഡിയോ ആണ്, ഇവിടെ ഒരു ഗ്ലോബിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഗ്ലോബിന്റെ വീഡിയോയിലാണ് ശരിക്കും ദീപിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സിവിലിയൻസിൽ ഒരു എന്താ പറയുക ഒരു എക്സ്പ്ലോർ ചെയ്തൊരു സംഭവമാണ്. ദീപിൻ എന്ന് പറയുന്ന ആൾക്ക് ഇത്രയ്ക്ക് ഭയങ്കര ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ആ ഒരു വീഡിയോ ആണ്. അന്ന് കൃഷ്ണദേവാണ് ദീപിനെ ചൂസ് ചെയ്തത്. ശരിക്കും പറഞ്ഞത് അത് ശരിക്കും ഒരു വഴിത്തിരിവായിരുന്നു. അന്ന് തൊട്ട് ദീപിൻ വീഡിയോയിലേക്ക് കുറച്ചും കൂടെ വന്നു. അത് അന്ന് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഇന്റർവേർട്ട് ദീപിൻ പെട്ടെന്നൊരു മാസമായിട്ടുള്ള ഒരാളായി മാറി. അപ്പം എവിടെ ആണെങ്കിലും ഇവിടുത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ദീപിന് കിട്ടിയിട്ടുണ്ടാവും. ദീപിൻ വിചാരിച്ചതും വിചാരിക്കാത്തതായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്താ പറയുക, എനിക്ക് തോന്നുന്നു രവിത്തണ്ണന്റെ ഒരു ശിങ്കിടിയായിരുന്നു ദീപിൻ. അത് രവിത്തണ്ണ എന്താണ് എന്നോട് പറഞ്ഞത്, ദീപിന് ഇനി പോകുമ്പോൾ ഞാൻ അടുത്തൊരാള് ഫാക്ട് അക്സെപ്റ്റ് ചെയ്ത് രവിത്തണ്ണൻ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ എന്താണെങ്കിലും ഇനി പോകുന്ന സ്ഥലങ്ങളിൽ ദീപിൻ ഏറ്റവും സൂപ്പറായിട്ട് വരട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ.
നീവിൻ എന്താ പറയുക, നീവിന്റെ എല്ലാ കുൽസിത പ്രവർത്തികളും നന്നായിട്ട് നല്ല കുൽസിത പ്രവർത്തികളും മോശപ്പെട്ടതല്ല അവൻ എൻജോയ് ചെയ്ത് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. നല്ലതായിട്ട് പോട്ടെ. വളരെയധികം സന്തോഷം ദീപ് എന്ന് പറയുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. താങ്ക് യു. ഞാൻ ദീപിൻ കുട്ടൻ ക്ഷണിക്കാൻ എന്താ പറയാനുള്ളത്? ദീപിന് എന്താ പറയാനുള്ളത് പറയാം. എനിക്ക് ഉദ്ദേശം എന്തെങ്കിലും പറഞ്ഞതല്ലേ. എന്നെ ഇവിടെ ആദ്യം ഇന്റർവ്യൂ ചെയ്തത് എൻ്റെ ഒരു പ്രശ്നമാണ്. ഇല്ല, അതിനുശേഷം ജോയിൻ ചെയ്തതിൻ്റെ അന്നും തന്നെയാണ് ഇവിടെ എന്താണെന്ന് കാണിച്ചത് ആച്ചായിരുന്നു. പിന്നെ ആ സമയത്തും ഒരു എന്നെ ഇന്റർവ്യൂ ചെയ്ത ആളാണ് എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ കോളേജ് സെഷനൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്കും പതിയെ ഞാനും കേട്ടത് ഒരുമിച്ച് പോയിട്ട് പിന്നെ നല്ല കമ്പനിയായി. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും ഒരു പ്രത്യേക സ്നേഹമാണ്, നല്ല കാര്യമാണ്. അതുകൊണ്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഇവിടെ 2 വർഷം വരെ സ്നേഹം പറഞ്ഞിട്ടില്ല. പിന്നെ ചേച്ചി വഴിയാണ് ഞാനിവിടെ എത്തിയത്. ചേച്ചിയുമില്ല, അതുപോലെ തന്നെ ദൃശ്യേച്ചിയില്ല, ജിയും. പക്ഷെ അവര് പ്രത്യേകം പറഞ്ഞിരുന്നു അത് നമ്മൾ വേറൊരു ദിവസം മാറ്റി വെച്ചതാണ്. പക്ഷെ ദീപിൽ ഇന്നും ഇവിടെ ഉള്ളൂ എന്നവൻ ഉറപ്പിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ചേച്ചി പറഞ്ഞു. എന്നാൽ ചേച്ചിയും ജി എമ്മും പറഞ്ഞു കേക്ക് കട്ട് ചെയ്തിട്ട് വിടാവൂ. ജി എം ഇപ്പോൾ ശാരീരികമായിട്ട് ചെറിയൊരു അസ്വസ്ഥത ഫേസ് പുള്ളിക്കാരന് എത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്തായിരുന്നാലും കേക്ക് കട്ട് ചെയ്തിട്ട് അവനെ വിടാവൂ എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറന്മാർ വരുമെന്നുള്ളത് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്തിനും അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കേക്ക് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ശരി, അപ്പോൾ ദീപിന് എത്ര പറയുള്ളൂ? ഇനി വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മുടെ ദീപിനെ പറ്റി? ജിഷ്ണുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? സ്റ്റുഡിയോയില് എന്തെങ്കിലും ഹെൽപ്പ്? എല്ലാ ഹെൽപ്പിനും ഉണ്ടായിരുന്നു. അന്നോട്ടെ ക്ലാസ്സിലാണെങ്കിലും സ്റ്റുഡിയോയിലാണെങ്കിലും. ഇപ്പം എനിക്ക് എന്തെങ്കിലും ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ ജിൻചാറിനെ വിളിച്ചാൽ ഒരു മടിയില്ലാതെ ഞാൻ വേറെ ജോലി ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് സ്റ്റുഡിയോയിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിരിക്കും. എനിക്കൊരു സ്വന്തം ചാനലിനെ പോലെയാണ്. പിന്നെ ചേട്ടന്മാരി ഒരു നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലായി പറഞ്ഞ എന്ത് തുറന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അപ്പോ ശരി, എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. പിന്നെ അല്ല, ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗ്രിഫിക്സിനെയാണ്. വന്ന ടൈമിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ഇവിടെ ആരാണ് കൂടുതൽ ഇഷ്ടം ചോദിച്ചപ്പോൾ അവൻ എന്റെ പേരാണ് പറഞ്ഞത്. ഈ ഇടയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴും അവൻ എന്റെ പേര് തന്നെയാണ് ആൾക്കാർ മുമ്പ് വെച്ച് പറയാൻ എന്തോ പോലെ. വേറെന്നല്ല, ഇവിടെ ഉള്ളതില് ഏറ്റവും നല്ല ചേട്ടൻ ഞങ്ങൾക്ക് കണ്ടതിൽ. അല്ല, എന്താ വെച്ചാ ദീപിൻ ചേട്ടനെ പോലെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ഇതേപോലെ പാവം നല്ല ഒരാള്, മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ നല്ല ഒരാള്, എന്നെക്കാട്ടിലും കൊള്ളാം. ഞാൻ അങ്ങനെ അങ്ങനെ നല്ല ഒരാള്. ഇത്രയും സന്തോഷകരമായിട്ടൊരു പേര് വേറെ ഓക്കെ.
അയ്യോ ഞാൻ കൊടുത്തില്ല. അതെ അതെ എന്റെ കണ്ണീരായിട്ട് വന്ന കേട്ടോ പറഞ്ഞപ്പോ എനിക്ക് കണ്ണീര് വന്നത്. കരയൂ 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 യൂട്യൂബിൽ വരും അതുകൊണ്ട്. ദിവിൻ ചേട്ടാ അവസാനമായിട്ട് എന്ത് പറയണം? ഗുഡ് ബൈ. അതെ കേക്കിന്റെ ഒരു സൈഡ് തരുമോ? എനിക്ക് ഒരു സൈഡ് മതി. താങ്ക്സ്. ഇത്ര മതി. ദിവിൻ ചേട്ടാ അല്പം കൂടെ അല്പം കൂടെ. ശരി ബൈ. കരയാതെ പിന്നെ എടാ പോണേ പോണേടാ. ആ ജിഷ്ണു ജിഷ്ണു നമ്മുടെ മേസിന്റെ പോടാ നീ. അപ്പൊ ശരി. ഞാൻ വരും. മറ്റന്നാ ബാഗ് എടുക്കാൻ പറ്റും റൂമില്. ആ ശരി എന്നാ. ഓക്കെ മതി മതി. കൈ ടാറ്റ. താങ്ക് യു ഏട്ടാ. ടാറ്റ. വരാം ഇടയ്ക്ക് വരാം. ഞാൻ വരാം. ഒരു ദിവസം ഞാൻ വന്നു. നിനക്കൊന്നും പറയല്ലേ? അയ്യോ ഇതുപോലെ സപ്പോർട്ടുള്ള എവിടെ കിട്ടും? ഇതാണ് ജി എമ്മിന്റെ റൂം. പക്ഷെ ജി എം എന്നില്ല, ആബ്സെന്റ് ആണ്. അങ്ങനെ ബൈക്ക് എടുത്ത് ഇറങ്ങാൻ പോയാണ് ഗൈസ്. പഴയ ഓഫീസാ ഗൈസ്. സിവിലിയൻസ് ഇറങ്ങിയിട്ട് ഇതടുത്ത് സംസമിൽ വന്നേക്കാണ്. അജീഷിനെ ട്രീറ്റ്. അജീഷിനെ വിഷ്ണുപ്രിയയുടെ ട്രീറ്റ് ആയിരുന്നു. ചുമ്മാ ഗൈസ് വെറുതെ വെറുതെ വെറും ചതിയൻ.